ഹലോ ഗൈസ്, നീറ്റ് 2026 ലിവിംഗ് വേൾഡ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ സീരീസിന്റെ രണ്ടാമത്തതും അവസാനത്തുമായ ഭാഗമാണ് ഈ വീഡിയോ. ക്വസ്റ്റ്യൻ നമ്പർ 11. Organisms in the list given below belong to how many different genera and species? പൊട്ടറ്റോ, ബ്രിഞ്ചാൾ, ലയൺ, ലെപ്പേർഡ്, മെക്കോയ്, ടൈഗർ. ഇവിടെ പൊട്ടറ്റോ, ബ്രിഞ്ചാൾ, അതേപോലെ മെക്കോയ്, ഈ മൂന്ന് പ്ലാന്റ്സും വരുന്നത് സൊലാനം എന്ന് പറയുന്ന ജീനസിന് താഴെയാണ്. നമുക്കറിയാം പൊട്ടറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊലാനം ട്യൂബറോസം, ബ്രിഞ്ചാൾ സൊലാനം മെലങ്ങീന, മെക്കോയ് സൊലാനം നൈഗ്രം. So all the three are coming under the same genus Solanum. Then lion, leopard, tiger. So these three organisms are coming under the genus Panthera. You know Panthera leo, Panthera pardus, tiger, Panthera tigris. So we have only two different genera here. So how many different genera? Question ചോദിച്ചിരിക്കുന്നത് എത്ര ജനറ ഉണ്ട്, എത്ര ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട് എന്നാണ്. സോ നമ്പർ ഓഫ് ജനറ വിൽ ബി 2. സോ ജനറ നമ്പർ ഈസ് 2. ഈ നമ്പർ ഓഫ് സ്പീഷീസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ഓർഗാനിസം ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. സോ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ സൊലാനം ട്യൂബറോസം, ബ്രിഞ്ചാൾ സൊലാനം മെലങ്ങീന, ലയൺ പാന്തീറ ലിയോ, ലെപ്പേർഡ് പാന്തീറ പാഡസ്, മെക്കോയ് സൊലാനം നൈഗ്രം, ടൈഗർ Panthera tigris. So all of these are different species. So the correct answer is 2 different genera and 6 different species. So correct answer is option 2. Question number 12. Study the following statements carefully. First statement. A genus is a group of related species which have less characters in common in comparison to species of other genera. നമുക്കറിയാം ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് സ്പീഷീസ്, ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ആണ് ജീനസ്. ദാറ്റ് പോർഷൻ ഈസ് കറക്റ്റ്. ബട്ട് ദേ ഹാവ് മോർ ക്യാരക്ടേഴ്സ് ഇൻ കോമൺ. കാരണം റിലേറ്റഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും കോമൺ ആയിട്ട് ഉണ്ടാവുന്നത്. ലെസ് ക്യാരക്ടേഴ്സ് അല്ല. ദിസ് ഇൻ NCERT ലൈൻ. മോർ ക്യാരക്ടേഴ്സ് എന്നാണ് NCERT ഉള്ളത്, ലെസ് ക്യാരക്ടേഴ്സ് അല്ലാതെ മിസ്റ്റേക്ക് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, എ ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്. സോ ബേസിക്കലി ഇൻ ടാക്സോണമിക് ഹൈറാർക്കി ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ. ഓക്കെ, സോ ഫാമിലി ഏറ്റവും ബെറ്റർ ഡെഫിനിഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറയാണ്. ഓക്കെ, ഡിഫറെൻറ്റ് സ്പീഷീസ് എന്നല്ല പറയേണ്ടത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റോങ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, സെക്കൻഡ് ഈസ് ഓൾസോ റോങ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ജീനസ് ഈസ് എൻ അഗ്രിഗേറ്റ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ജീനസ് ഈസ് എ അഗ്രിഗേറ്റ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. നമുക്കറിയാവുന്നതാണ് ജീനസ് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, എൻ ഓർഡർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലീസ് having less similarities in comparison to genus and species. As we know, when we move from species to kingdom, species, genus, family, order, class, so characteristics or common characteristics will be keep on decreasing because നമുക്കറിയാം സ്പീഷീസിനാണ് ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടേഴ്സ് ഉള്ളത്. So when you compare order will be having, the members of the order will be having less similarities as compared to family and genera. So an order is a group of related families having less similarities as compared to genus and species. പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് C and D are correct എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഫസ്റ്റ് എടുക്കാം. 2 statements are correct. Question number 13. Match a column 1 with column 2. So first one, Mangifera. As we know, Mangifera is matching with Sapindales. Sapindales is the order of Mangifera. Mangifera coming under the family Anacardiaceae. Anacardiaceae comes under the order Sapindales. Musca, നമുക്കറിയാം house fly. Musca domestica. So Musca is the genus and it is coming under the order Diptera. Third one, Triticum. So Triticum is nothing but the wheat, Triticum aestivum. This is a genus name. It comes under the order Poales. Then Homo. Homo is Homo sapiens. You know, human beings. Genus is Homo. It is coming under the order Primata. So correct answer is option 3. So first one C, second one D. Okay, third one A, and fourth one B. So correct answer is option 3. Question number 14. A housefly belonging to which genus, family, and order? So here you know housefly belonging to which genus? Housefly, Musca domestica. So the genus is Musca, and the family is Musidae, and order is Diptera. So correct answer is option 4. And here you should remember, and in some options, instead of giving Musca,
നമുക്കിങ്ങനെ വെറും MUSA എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. സോ ദിസ് ജീനസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ദിസ് ഇസ് മുസ പാരഡൈസിയാക്ക, ബനാന എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ജീനസ് നെയിമാണ്. സോ യു മേക്ക് ഷുവർ ദാറ്റ് ആൻഡ് സി ഷുഡ് ബി ദർ ഫോർ ദ ജീനസ് ഓഫ് ദി ഹൗസ് ഫ്ലൈ. സോ സി ഇല്ലെങ്കിൽ ജീനസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. Question number 15. The fungi, filamentous algae, protonema of moss all easily multiply by. So options: budding, fission, regeneration, fragmentation. This is simple question. The answer is fragmentation. നമുക്കറിയാം ഫംഗ്, ഫിലമെൻ്റസ് ആൽഗി ഇതെല്ലാം കോമൺ ആയിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്നതാണ്. പ്രോട്ടോണീമ ഓഫ് മോസ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും പ്രോട്ടോണീമ ഓഫ് മോസ്. മോസിന് 2 സ്റ്റേജസ് ഉണ്ട് അതിൻ്റെ ഗ്യാമറ്റോഫൈറ്റ്. പ്രോട്ടോണീമ ഇസ് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് ഈസ് ലീഫി സ്റ്റേജ്. സോ NCERT നമ്മൾ മോസിൻ്റെ ടോപ്പിക് ബ്രയോഫൈറ്റിലെ ഈ ഒരു ടോപ്പിക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രോട്ടോണീമ ഓഫ് മോസ് ക്യാൻ ഓൾസോ അണ്ടർഗോ ഫ്രാഗ്മെൻറ്റേഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 4. നമ്മൾ ഈ ഒരു ലിവിംഗ് വേൾഡിൽ കൊടുത്തിരിക്കുന്നത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെയാണ് ഈ ഒരു പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. Question number 16. Genus represents, as we know this is a simple question, so it is a group of closely related species of plants or animals. കൂടുതൽ സമയം കളയേണ്ടതില്ല, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 17. For wheat, which of the following combinations is correct? First statement, genus Triticum. നമുക്കറിയാം വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജീനസ് ട്രിറ്റിക്കം തന്നെയാണ്, ഫാമിലി പൊയേസിയെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സെൽഫ് ഈസ് കറക്റ്റ്. ഇനി അതിൻ്റെ ടാക്സോണമിക് ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ Triticum aestivum is a species name, Triticum is a genus name, Poaceae or Graminae. The another name of Poaceae is Graminae, coming under the order Poales. Class Monocotyledone, division division Angiosperm, and of course kingdom is Plantae. So correct answer is option 1. Question number 18. Which of the following statements regarding nomenclature is correct? First statement, generic name always begins with capital letter whereas specific epithets with small letter. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇന്റർനാഷണൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ അനുസരിച്ച് പറയുമ്പോൾ ജീനസ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സയന്റിഫിക് നെയിം ഷുഡ് ബി പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ്. ഓഫ് കോഴ്സ് പ്രിന്റഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഇറ്റാലിക്സിൽ തന്നെ ആയിരിക്കണം. Second statement is also correct. Scientific name when handwritten should be separately underlined. So all the statements are correct. Correct answer is option 4. Question number 19. Term taxon refers to name of a species, name of genus, name of family, a taxonomic group of any rank. എല്ലാം കറക്റ്റ് ആണെങ്കിൽ പോലും ഏറ്റവും ബെറ്റർ ഓപ്ഷനായി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ടാക്സോണമിക് ഗ്രൂപ്പ് ഓഫ് എനി റാങ്ക്. So that is a better answer for this question. Question number 20. Identify the correct match from the column 1, column 2, column 3. Wheat. Wheat genus name is Triticum. Of course it is monocotyledon. So 1D1. So answer is first one we can see 1D1. Then second one, man. Of course you know man, Homo sapiens. So Homo is the genus. Mammalia is the class. So we can see 2A4, that is also matching. Third one, mango. Mango 3, Mangifera. Mangifera is a genus name. Then it is coming under dicotyledonous 2. So 3C2. Fourth one, housefly, Musca. Musca domestica, we know. Insecta is a class. So correct answer is option 1. Number 21. Choose the incorrect statement regarding the universal rules of nomenclature. First word of a biological name represents the genus that we already know. The first word denoting the genus should start with capital letter. നമുക്കതും അറിയാവുന്നതാണ്, കറക്റ്റ് ആണ്. Both the words in a biological name when handwritten should separately be underlined. That's also correct. Fourth statement, generic name and specific epithet can be same for plant nomenclature. As per ICBN, actually tautonyms are not valid. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടോട്ടോണിം. സോ ടോട്ടോണിം ഈസ് നത്തിങ് ബട്ട് ജീനസ് ആൻഡ് സ്പീഷീസ് നെയിം ആർ സെയിം. ജീനസ് ആൻഡ് സ്പീഷീസ് നെയിംസ് should not be same according to ICBN or in plant nomenclature, but tautonyms are accepted in ICZN. നമുക്കറിയാം നെജ, റാറ്റസ്, ഇതൊക്കെ അനിമൽസിൽ വരുന്ന ജീനസ് ആൻഡ് സ്പീഷീസ് നെയിം സിമിലർ ആയിട്ട് വരുന്ന ടോട്ടോണിംസ് ആണ്. ബട്ട് ഫോർ പ്ലാന്റ്സ് these tautonyms are not accepted. So the correct answer is option 4.
Question number 22. Which of the following is true for wheat? Order Poiels, class monocotyledonous. So the first statement itself is correct. Already we discussed. So the correct answer is option. Question number 23. Which one among the following is correct sequence in descending arrangement of the taxonomic categories? Species കഴിഞ്ഞ ഫാമിലി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോങ് ആണ്. സ്പീഷീസ് ജീനസ് ഡിവിഷൻ അല്ല. ഓക്കെ, സ്പീഷീസ് ജീനസ് കഴിയുമ്പോൾ നമുക്ക് ഫാമിലിയാണ് വരേണ്ടത്. ദെൻ സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ്. ഈ ഓർഡർ കറക്റ്റ് തന്നെയാണ്, പക്ഷേ ക്വസ്റ്റ്യനിൽ ഡിസെൻഡിങ് അറേഞ്ച്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിന് താഴെ ഓർഡർ, below order family, genus, species. So this is the correct answer. Question number 24. Find out the incorrect statement from the following. In unicellular algae or amoeba, reproduction is synonymous with growth. This is an NCERT line. നമുക്കറിയാം റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു NCERT സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ റീപ്രൊഡക്ഷനും അതേപോലെ ഗ്രോത്തും സിനോണിം ആണ്. So that statement is correct. In majority of higher plants and animals, growth and reproduction are mutually exclusive. മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ദിസ് ഇസ് എൻ NCERT line, so it's correct. The sum total of all the chemical reactions occurring in the body is called metabolism. Of course, this statement is also correct. നമുക്കറിയാം this is an example for defining property. Only some plants, animals, fungi and microbes exhibit metabolism. മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ this property must be present in all organisms. So only some plants എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So the correct answer is option 4. Question number 25. This is the last question. Read the following statements and select the incorrect one. Isolated metabolic reactions in vitro are not living things but surely living reactions. This is an NCERT ൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഇൻ വിട്രോ കൾച്ചേഴ്സിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മെറ്റബോളിക് റിയാക്ഷൻസ്, of course they are living reactions, but we cannot consider them as living things. The sum total of all the chemical reactions occurring in a body is nothing but metabolism that we already discussed. All organisms from bacteria to human have self-consciousness. So this statement is wrong because all organisms do not have self-consciousness. All living organisms have consciousness. Self-consciousness is a property of the human beings only. So this statement is wrong. So correct answer is option 3. They're asking incorrect statement. Fourth statement is also correct. Metabolic reactions can be demonstrated outside the body in a cell-free system. നമുക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ട്യൂബിലൊക്കെ വേണമെങ്കിൽ ഇതേപോലെ മെറ്റബോളിക് റിയാക്ഷൻസ് ക്യാൻ ബി കണ്ടക്റ്റഡ്. സോ ലിവിംഗ് വേൾഡ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഓരോ ലൈനും നിങ്ങൾ അനലൈസ് ചെയ്ത് തന്നെ പഠിക്കണം. ഏത് ലൈനിലും എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം, പക്ഷേ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ഇതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാപ്റ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ പെർട്ടിക്കുലർ ടോപ്പിക്കിലോ കൂടുതൽ ക്വസ്റ്റ്യൻസോ സപ്പോർട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.